മെട്രിമോണിയൽ കേസസ് നടക്കുന്ന ആളുകളോട് പറയാനുള്ളത്, പ്രത്യേകിച്ചും അബ്രോഡുള്ള ആളുകൾ കേട്ടോ, അവിടെ സൗദിയിലും അവിടെയൊക്കെ UAE ഒക്കെ ഉള്ള ആൾക്കാർ ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്തിട്ട് നിങ്ങൾ അവിടെ ജോലി ചെയ്യും, ഇവിടെ നിങ്ങളുടെ വക്കീൽമാർ അത് നടത്തും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നിങ്ങൾ പോകുന്നത്. പലപ്പോഴും വക്കീൽമാരും ചില സമയത്ത് മറന്നു പോകാറുണ്ട് കേസും കാര്യങ്ങളൊക്കെ. ഇനി ഞാൻ അവരെ കുറ്റം പറയുന്നില്ല, ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ കേസ് എങ്ങനെയാണ്, നിങ്ങളുടെ കേസിൻ്റെ ഡേറ്റ് എന്നാണ്, ആ ദിവസം എന്താണ് നടന്നത്, എന്താണ് ഓർഡർ പാസ് ചെയ്തിട്ടുള്ള കോർട്ട് എന്നുള്ളത് അറിയേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാം വക്കീൽമാരുടെ തലയിൽ വെക്കാതെ നിങ്ങളും ഇനീഷ്യേറ്റീവ് എടുക്കണം, കേസ് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യണമെങ്കിൽ. ഇനി നിങ്ങൾക്ക് ആ ദിവസത്തെ ഓർഡർ മനസ്സിലായിട്ടില്ല, എന്താണെന്ന് അറിയില്ല എങ്കിൽ നിങ്ങൾക്കൊരു സൈറ്റുണ്ട്, ഈ കോർട്ട് എന്ന് പറഞ്ഞ സൈറ്റുണ്ട്. ആ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കേസ് നമ്പറും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ദിവസം നിങ്ങളുടെ ഓർഡർ എന്താണ്, നിങ്ങളുടെ ഫേവറിലാണോ അല്ലെങ്കിൽ വേറെ ഓപ്പോസിറ്റ് പാർട്ടിയുടെ ഫേവറിലാണോ ഓർഡർ പാസ് ചെയ്തിട്ടില്ല എന്നുള്ളതൊക്കെ അറിയാം. ഒരേ ദിവസവും അവിടെ പ്രൊസീഡിങ് നടക്കുമ്പോൾ അതാത് ദിവസം ഓർഡേഴ്സ് പാസ് ആവുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും വക്കീൽമാർ നിങ്ങളോടും പറയാറില്ല, നിങ്ങൾ വക്കീൽമാരോടും ചോദിക്കാറില്ല. വക്കീൽമാരെ ഏൽപ്പിച്ചങ്ങ് നിങ്ങൾ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കരുത്, നിങ്ങളുടെ കേസ് തീരില്ല എന്നുള്ളതാണ്. പൈസ പോകുന്നുണ്ട്. ഇനി ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ വക്കീൽമാരെ എനിക്കിട്ട് പൊങ്കാല പണിയും, അതെനിക്ക് നന്നായി അറിയാം. എന്നാൽ പോലും എന്നോട് ഒരുപാട് പേര് കഷ്ടപ്പെട്ട് കരഞ്ഞു ചോദിച്ചിട്ടുണ്ട്. അവരുടെ വക്കീൽമാർ പറയുന്നില്ല എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ നിങ്ങളും പോവില്ല, നിങ്ങളുടെ വക്കീലും കോർട്ടിൽ പോയില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ അഗെയിൻസ്റ്റ് കേസ് ഓർഡർ പാസ് ചെയ്യും. പിന്നെ ആ ഓർഡർ സെറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അടുത്ത ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് അതിന് ഒരുപാട് സമയം എടുക്കും. അങ്ങനെ കുറേ സമയം ഇതുപോലെ പോകും. അതുകൊണ്ട് നിങ്ങളുടെ കേസ് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് എടുക്കാനുണ്ട്. എവിടെ നിന്നാണെങ്കിൽ നിങ്ങളുടെ വക്കീൽമാരോട് ചോദിച്ച് ഓർഡർ എന്താണ് പാസ്സായെന്നുള്ളത് ഓർമ്മപ്പെടുത്തി ചോദിച്ച് മനസ്സിലാക്കി അതിൻ്റേതായ കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളും ഫോളോ ചെയ്യേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും മറക്കണ്ട. ഇതുപോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഈ പറഞ്ഞ ഈ വോയിസ് ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ കോർട്ട് എന്ന് പറഞ്ഞ സൈറ്റിൽ നിങ്ങളുടെ ഓർഡേഴ്സ് അതിനകത്ത് കിടക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.